അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ദേശീയ നേതാവാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ് 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? ആ പേരിനകത്ത് തന്നെ ഉണ്ട് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഇന്ത്യയുടെ സമൂഹത്തിൻ്റെ സേവകന്മാർ എന്നതിൻ്റെ അർത്ഥം. രണ്ട് ഉദ്ദേശം: ഒന്ന് സോഷ്യൽ റിഫോം, സാമൂഹ്യ പരിഷ്കരണം; മറ്റൊന്ന് പൊളിറ്റിക്കൽ ട്രെയിനിങ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് രാജ്യസേവനത്തിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, പരിശീലനം കൊടുക്കുക. രാജ്യസേവന തൽപരരാക്കി ഇന്ത്യയിലെ ജനങ്ങളെ മാറ്റുക, രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയുള്ള ഭടന്മാരാക്കി അവരെ മാറ്റുക. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണവും ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, രാഷ്ട്രീയപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. ഓക്കെ, രാജ്യസേവനത്തിൽ അവരെ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുക. അതിനു വേണ്ടിയിട്ട് 1905 ഗോപാൽ കൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സംഘടനയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഓക്കെ, മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആദ്യം വന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേരാൻ നോക്കി. അപ്പോൾ ഗോപാൽ കൃഷ്ണ ഗോഖലെ പറഞ്ഞു, കോൺഗ്രസ് ഇപ്പോഴേ ചേരേണ്ട, രാജ്യം മൊത്തം നടന്ന് ഒന്ന് കാണാൻ പറഞ്ഞു. എന്നിട്ട് ഗാന്ധി പറഞ്ഞു, എന്നെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിലെങ്കിലും അംഗമാക്കാൻ പറഞ്ഞു. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിയെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ പോലും അംഗമാക്കിയില്ല എന്നുള്ളതാണ്. ഓക്കെ, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗാന്ധി അംഗമായിട്ടില്ല, ഓർത്തിരിക്കണം. ഗോഖലെയുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ആളാഞ്ഞിട്ടും ഗോഖലെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് ഗാന്ധി പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ ഗാന്ധി അംഗമായിട്ടില്ല, ഓർത്തിരിക്കുക. അപ്പോൾ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോഖലെയാണ് 1905. ഓക്കെ, ഗോഖലെയുടെ മറ്റു പ്രത്യേകത, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ രാഷ്ട്രീയ സമരത്തിൽ നോൺ വയലൻസ് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നോൺ വയലൻസ് പ്രചരിപ്പിച്ച ആളാണ് ആരെന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം നോൺ വയലൻ്റ് ആയിരിക്കണം. രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും ഹിംസാധിഷ്ഠിതമാകാൻ പാടില്ല. അഹിംസാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രചരിപ്പിച്ച വ്യക്തി മഹാത്മാഗാന്ധിയല്ല, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പ്രീച്ച്ഡ് നോൺ വയലൻസ് ബിഫോർ ഗാന്ധി. ഗാന്ധി ഇന്ത്യയിലെത്തി അഹിംസയുടെ പ്രവാചകനായിട്ട്, രാഷ്ട്രീയത്തിൽ അഹിംസയുടെ പ്രവാചകനായിട്ട് ഗാന്ധി അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അഹിംസാധിഷ്ഠിതമായ രാഷ്ട്രീയം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച വ്യക്തിയാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. അദ്ദേഹം മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ഒരു പ്രവാസി ജീവിതം നയിക്കുന്ന സമയത്ത്, സൗത്ത് ആഫ്രിക്കൻ സമരകാലഘട്ടത്തിൽ 1912 മഹാത്മാഗാന്ധിയുടെ ക്ഷണം സ്വീകരിച്ച് സൗത്ത് ആഫ്രിക്ക സന്ദർശിച്ച ഇന്ത്യയിലെ ദേശീയ നേതാവാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. 1912 ഗോഖലെ ദക്ഷിണാഫ്രിക്കയിലെത്തുന്നതും അന്ന് മുതലാണ് ഗാന്ധിയും ഗോഖലെയുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. 1912 മഹാത്മാഗാന്ധിയുടെ ക്ഷണം അനുസരിച്ച് ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ നിങ്ങൾക്കറിയാം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന ഗാന്ധിയുടെ ആത്മകഥയിൽ ഗാന്ധി മെൻറ്റർ ആൻഡ് ഗൈഡ്, ഓക്കെ, വേഡ്സ്വർത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്യുകയാണ്. മൈ മെൻറ്റർ ആൻഡ് ഗൈഡ്, എൻ്റെ വഴികാട്ടിയും മാർഗദർശിയും എന്ന് ഗാന്ധി ആരെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. അതുകൊണ്ടാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു, പൊളിറ്റിക്കൽ ഗുരു എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ മൈ മെൻറ്റർ ആൻഡ് ഗൈഡ്, എൻ്റെ വഴികാട്ടി, മാർഗദർശി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, ഗാന്ധി ഗോപാൽ കൃഷ്ണ ഗോഖലെ പറ്റി പറഞ്ഞതാണ്, പ്യുവർ ആസ് ക്രിസ്റ്റൽ, ക്രിസ്റ്റലിനെ പോലെ അദ്ദേഹം പ്യുവറാണ്. ജെൻറ്റിൽ ആസ് എ ലാമ്പ്, ഒരു ആട്ടിൻകുട്ടിയെ പോലെ അദ്ദേഹം ജെൻറ്റിലാണ്. ബ്രേവ് ആസ് എ ലയൺ, ഒരു സിംഹത്തെ പോലെ അദ്ദേഹം ധീരനാണ്. ഓക്കെ, പ്യുവർ ആസ് എ ക്രിസ്റ്റൽ, ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ സ്ഫടികത്തെപ്പോലെ പരിശുദ്ധൻ, ഒരു ലാമ്പിനെ പോലെ, ആട്ടിൻകുട്ടിയെപ്പോലെ ജെൻറ്റിൽ, ഒരു സിംഹത്തെപ്പോലെ ധൈര്യശാലി എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത്. പ്യുവർ ആസ് എ ക്രിസ്റ്റൽ, ജെൻറ്റിൽ ആസ് എ ലാമ്പ്, ബ്രേവ് ആസ് എ ലയൺ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. ഗോപാൽ കൃഷ്ണ ഗോഖലെയും ഗാന്ധിയും തമ്മിൽ വളരെ അടുപ്പമുള്ളപ്പോഴും ഒരു കാര്യത്തിൽ ഗോപാൽ കൃഷ്ണ ഗോഖലെയും ഗാന്ധിയും തമ്മിൽ യാതൊരു യോജിപ്പുകളും ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപാൽ കൃഷ്ണ ഗോഖലെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച
ഒരു മധ്യവർഗത്തിൽപ്പെട്ട ഒരാളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് അദ്ദേഹത്തിന് എന്തുണ്ട്, ആഭിമുഖ്യമുണ്ട്. ഇംഗ്ലീഷുകാരോടും ഇംഗ്ലീഷ് രീതികളോടും അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ബ്രിട്ടീഷുകാരോടൊപ്പോഴും ബഹുമാനവും ആദരവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് ഭക്തിയും ഒക്കെയുള്ള ഒരാളാണ് ആര്, ഗോപാലകൃഷ്ണ ഗോഖലെ. എന്നാൽ ഇംഗ്ലീഷുകാരോട് ഈ പറഞ്ഞ യാതൊരുവിധമായ ഭക്തിയും ആദരവും ഒന്നും ആർക്കുണ്ടായിരുന്നില്ല, ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. ഗാന്ധി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വക്താവോ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ ഭ്രമമുള്ള ആളോ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഗോപാലകൃഷ്ണ ഗോഖലെയും ഗാന്ധിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, അടുത്ത പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിയുടെ മാത്രം പൊളിറ്റിക്കൽ ഗുരു അല്ല. മുഹമ്മദ് അലി ജിന്നയുടെയും പൊളിറ്റിക്കൽ ഗുരു ആര് തന്നെയാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ തന്നെയാണ്. പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധി ആൻഡ് ജിന്ന. ജിന്നയുടെയും രാഷ്ട്രീയ മാർഗദർശി, രാഷ്ട്രീയ ഗുരു ആരാണ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാത്മാഗാന്ധിയുടെയും രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കാരണം ഇന്ത്യയിലെ സാഹചര്യങ്ങളെപ്പറ്റിയും ഇന്ത്യയുടെ പ്രത്യേകതകളെപ്പറ്റിയും ഒക്കെ ഗാന്ധിക്ക് കൂടുതൽ പറഞ്ഞു കൊടുത്തത് ആരാണ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ജിന്നയാണ് മുസ്ലിം ഗോഖലെ എന്നറിയപ്പെടുന്നത്. മുസ്ലിം ഗോഖലെ എന്നറിയപ്പെടുന്നത് ജിന്നയാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം, മുഹമ്മദ് അലി ജിന്ന അറിയപ്പെടുന്ന പേരാണ് മുസ്ലിം ഗോഖലെ. ജിന്നയുടെയും രാഷ്ട്രീയ ഗുരു ആര് തന്നെയാണ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ മരിച്ചത് എന്നാണ് 1915 ഫെബ്രുവരി 19 മരിക്കുന്നത്. ഞാൻ പറയാം, 1907 സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടായിട്ട് തിലകനും അനുയായികളും കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അന്ന് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിതവാദികളുടെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെയും ഫിറോസ് ഷാ മേത്തയും. പക്ഷേ ഗോപാലകൃഷ്ണ ഗോഖലെ പിന്നീട് തിലകനോട് ആഭിമുഖ്യം ഉണ്ടാകുന്നു. തിലകൻ തിരിച്ചു വരുന്നതിനോട് ഗോപാലകൃഷ്ണ ഗോഖലെക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഗോഖലെ 1915 മരിച്ചു. ഫിറോസ് ഷാ മേത്തയും 1915 തന്നെ മരിച്ചു. അതുകൊണ്ട് 1916 തിലകൻ്റെയും അനുയായികളുടെയും കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗോഖലെ അതിനെതിരല്ല തിലകൻ തിരിച്ചു വരുന്നതിന്. ഫിറോസ് ഷാ മേത്തയാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. ഇനി ഗോഖലെ പറ്റി തിലകൻ പറഞ്ഞ ചില വാക്കുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. ഡയമണ്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഡയമണ്ട് എന്ന് ബാലഗംഗാധര തിലകൻ ആരെയാണ് വിശേഷിപ്പിച്ചത്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് വിശേഷിപ്പിച്ചത്. അവർ തമ്മിൽ പ്രത്യശാസ്ത്രപരമായ വൈരാഗ്യം മാത്രമേ ഉള്ളൂ, വ്യക്തിവൈരാഗ്യം, പേഴ്സണൽ അനിമോസിറ്റി ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ഡയമണ്ട് ഓഫ് ഇന്ത്യ എന്ന് ബാലഗംഗാധര തിലകൻ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ജുവൽ ഓഫ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിലെ ജുവൽ, രത്നം, മഹാരാഷ്ട്രയിലെ രത്നം എന്ന്, മറ്റേത് ഡയമണ്ട്, വജ്രം, ഇന്ത്യയുടെ വജ്രം എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകൻ ഇന്ത്യയുടെ വജ്രം എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബാലഗംഗാധര തിലകൻ ജുവൽ ഓഫ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബാലഗംഗാധര തിലകൻ പ്രിൻസ് ഓഫ് വർക്കേഴ്സ്, ഓക്കെ, തൊഴിലാളികളുടെ രാജകുമാരൻ, പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്ന് വിശേഷിപ്പിച്ചതും ആരെ തന്നെയാണ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസിൽ അംഗമാകുന്നത് 1889 ഗോപാലകൃഷ്ണ ഗോഖലെ 1889 കോൺഗ്രസിൽ അംഗമാകുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടും ഇംഗ്ലീഷ് രീതികളോടും ഇംഗ്ലീഷ് ശാസ്ത്രങ്ങളോടും ഒക്കെ ആദരവുണ്ടെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷുകാരൻ നൽകുന്ന ഔദാര്യങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തിയിട്ടുള്ള ഒരാളല്ല. അതിൻ്റെ തെളിവാണ് ബ്രിട്ടീഷുകാർ ഗോപാലകൃഷ്ണ ഗോഖലെക്ക് നൽകിയ നൈറ്റ്ഹുഡ്, സർ പദവി അദ്ദേഹം വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി വേണ്ടാന്ന് വെച്ച മിതവാദി നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർ വൈസ്രോയുടെ അല്ല, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ കൗൺസിലിൽ ആരെ അംഗമാക്കാമെന്ന് പറഞ്ഞു, ഗോപാലകൃഷ്ണ ഗോഖലെ അംഗമാക്കാമെന്ന് പറഞ്ഞു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലണ്ടനിലാണ്, ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗമാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഓഫീസിന് പറയുന്ന പേരാണ് ഇന്ത്യ ഹൗസ്, ലണ്ടനിലാണത്. ഇന്ത്യ ഹൗസിലെ അംഗമാക്കാം, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഓഫീസിൽ അംഗമാക്കാം എന്ന് പറഞ്ഞപ്പോൾ അതും വേണ്ട എന്ന് നിരസിച്ച ആളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടും ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തോടുമൊക്കെ ആദരവുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ തരുന്ന ഔദാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഗോപാലകൃഷ്ണ ഗോഖലെക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി ഗോപാലകൃഷ്ണ ഗോഖലെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റീക്യാപിറ്റുലേറ്റ് ചെയ്യാം. ഓക്കെ, 1905 ഗോപാലകൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സംഘടനയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ത്യയിൽ സോഷ്യൽ റിഫോം, സാമൂഹ്യ പരിഷ്കരണം നടപ്പിലാക്കുക, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രാഷ്ട്രത്തെ സേവിക്കുവാൻ വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെ സജ്ജരാക്കുക, അതിനുവേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുക. ഈ 2 ലക്ഷ്യത്തോട് രാഷ്ട്രബോധമുണ്ടാക്കുക, അങ്ങനെ അവരെ രാഷ്ട്ര സേവനത്തിന് വേണ്ടി സന്നദ്ധരാക്കുക, അതിനുവേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആധുനിക കാലഘട്ടത്തിൽ അഹിംസാധിഷ്ഠിതമായ രാഷ്ട്രീയം പ്രചരിപ്പിച്ച ആദ്യത്തെ വ്യക്തി. ബുദ്ധനൊക്കെ പണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, ആധുനിക ഇന്ത്യയിൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിക്ക് മുമ്പ്
ഓക്കെ, അഹിംസാധിഷ്ഠിതമായ രാഷ്ട്രീയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ ക്ഷണം സ്വീകരിച്ച് 1912 ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച ദേശീയ നേതാവാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എൻ്റെ മെൻറ്റർ ആൻഡ് ഗൈഡ്, എൻ്റെ മാർഗദർശിയും വഴികാട്ടിയും എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. ഗോപാൽ കൃഷ്ണ ഗോഖലെ പറ്റി ഗാന്ധി പറഞ്ഞത് പ്യുവർ ആസ് ക്രിസ്റ്റൽ, സ്ഫടികത്തെ പോലെ അദ്ദേഹം പ്യുവറാണ്, പ്യുവർ ആസ് ക്രിസ്റ്റൽ. ജെൻറ്റിൽ ആസ് ലാംപ്, ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ അദ്ദേഹം ജെൻറ്റിലാണ്. ബ്രേവ് ആസ് എ ലയൺ, ഒരു സിംഹത്തെ പോലെ അദ്ദേഹം ധീരനാണ്. ഓക്കെ, ഇങ്ങനെ ഗാന്ധി പറഞ്ഞത് ആരെ പറ്റിയാണ്? ഗോപാൽ കൃഷ്ണ ഗോഖലെ പറ്റിയാണ്. ഗാന്ധിയും ഗോഖലെയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഗോഖലെയ്ക്ക് ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തോടും ബ്രിട്ടീഷ് രീതികളോടും ഗവൺമെൻറ്റിനോടും ആദരവുണ്ടായിരുന്നു. ഈ ആദരവും ബഹുമാനവും ആർക്കില്ലായിരുന്നു? ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും പൊളിറ്റിക്കൽ ഗുരു, രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. മുസ്ലിം ഗോഖലെ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജിന്ന, മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ഗോഖലെ എന്നറിയപ്പെടുന്നത്. 1915 ഫെബ്രുവരി 19 ആര് മരിക്കുന്നു? ഗോപാൽ കൃഷ്ണ ഗോഖലെ മരിക്കുന്നു. ഗോപാൽ കൃഷ്ണ ഗോഖലെ ഡയമണ്ട് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത്, ഇന്ത്യയിലെ ഡയമണ്ട്, ഇന്ത്യയുടെ വജ്രം എന്ന് വിശേഷിപ്പിച്ചത് ബാൽ ഗംഗാധര തിലകനാണ്. ഗോപാൽ കൃഷ്ണ ഗോഖലെ ജുവൽ ഓഫ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ബാൽ ഗംഗാധര തിലകനാണ്. ഗോപാൽ കൃഷ്ണ ഗോഖലെ പ്രിൻസ് ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചതും ബാൽ ഗംഗാധര തിലകനാണ്. ഗോപാൽ കൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുന്നത് 1889 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ രീതികളോടും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടും ആ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളോടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ആർജിതമാകുന്ന പാശ്ചാത്യ ശാസ്ത്രത്തോടും ഒക്കെ ഗോപാൽ കൃഷ്ണ ഗോഖലെയ്ക്ക് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് വച്ചു നീട്ടിയ ഏതെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ വാങ്ങിക്കാൻ ആർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല? ഗോപാൽ കൃഷ്ണ ഗോഖലെയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ നൈറ്റ്ഹുഡ് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. അതോടൊപ്പം തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തെ അംഗമാക്കാം, ഇന്ത്യ ഹൗസിലെ അംഗമാക്കാം എന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തപ്പോഴും, അങ്ങനെ ഒരു ഓഫർ കൊടുത്തപ്പോഴും അതും വേണ്ട എന്ന് നിരസിച്ച ആളാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഇത്രയും കാര്യങ്ങൾ ഗോഖലെ പറ്റി ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ട ആദ്യകാല കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് വില്യം വെഡർബൺ. ഓക്കെ, ഇദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണ്, സ്കോട്ടിഷ് സിവിൽ സർവൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, നമുക്കറിയാം ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിൽ ഇരുന്നാണ് വെയിൽസ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്. ഓക്കെ, അത് 3 കൂടെ ചേരുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ആ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ കൂടെ നോർത്തേൺ അയർലൻഡിൻ്റെ കൂടെ ചേരുന്നതാണ് UK എന്ന് പറയുന്നത്, യുണൈറ്റഡ് കിങ്ഡംസ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. അപ്പം ഇത് ബ്രിട്ടൻ്റെ ഭാഗമായിട്ടുള്ള 3 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനോ വെയിൽസുകാരനോ അല്ല, എവിടുത്തുകാരനാണ്? സ്കോട്ട്ലൻഡുകാരനാണ്. ഓക്കെ, ഹി വാസ് എ ഫൗണ്ടർ മെമ്പർ ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. ആദ്യത്തെ 72 അംഗങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. 3 ബ്രിട്ടീഷുകാരാണ് കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിലുണ്ടായിരുന്നത്. AO ഹ്യൂം, വില്യം വെഡർബൺ ആൻഡ് ജോൺ ജാർഡൈൻ. അതിൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് തന്നെയാണ് വില്യം വെഡർബൺ. ഓക്കെ, ഇദ്ദേഹം 2 തവണ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഒരേ ഒരു വിദേശി, ഒരേ ഒരു ഫോറിനർ ആരാണ്? വില്യം വെഡർബൺ ആണ്. 1889 ബോംബെ സമ്മേളനവും 1910 അലഹബാദ് സമ്മേളനത്തിൻ്റെയും അധ്യക്ഷൻ ആരായിരുന്നു? വില്യം വെഡർബൺ ആയിരുന്നു. ഓക്കെ, നമുക്കറിയാം ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾക്ക് ബ്രിട്ടനിൽ പ്രചാരം കൊടുക്കാൻ വേണ്ടി 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തു, നമുക്കറിയാമല്ലോ. ആ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? വില്യം വെഡർബൺ ആയിരുന്നു. 1889 സ്റ്റാർട്ട് ചെയ്ത് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലണ്ടൻ ബ്രാഞ്ചിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? വില്യം വെഡർബൺ ആണ്. ഹി ചെയർഡ് ദ ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് INC. ഓക്കെ, ഇനി വില്യം വെഡർബൺ ഇന്ത്യയോട് വളരെയധികം സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ AO ഹ്യൂമിനേക്കാളിലും ജോൺ ജാർഡൈനേക്കാളിലും ഒക്കെ കൂടുതൽ ഇന്ത്യയോട് സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു വില്യം വെഡർബൺ. ഓക്കെ, റിപ്പൺ കൊണ്ടുവന്ന ഇന്ത്യ അനുകൂലമായിട്ടുള്ള ലോർഡ് റിപ്പൺ വൈസ്രോയുടെ കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഇന്ത്യ അനുകൂലമായിട്ടുള്ള റിപ്പണിൻ്റെ എല്ലാ നടപടികളെയും സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്?
വില്യം വെഡർബൺ. ഹി സപ്പോർട്ടഡ് ദ റിഫോംസ് ഓഫ് റിപ്പൺ. റിപ്പൺ കൊണ്ടുവന്ന ഇന്ത്യക്കാർക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ ഭരണപരിഷ്കാരങ്ങളെയും ഏറ്റവും കൂടുതൽ പിന്താങ്ങിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വില്യം വെഡർബൺ. മാത്രമല്ല ഹി സപ്പോർട്ടഡ് ഇൽബർട്ട് ബിൽ. റിപ്പൺ കൊണ്ടുവന്ന മറ്റൊരു ബില്ലാണ് ഇൽബർട്ട് ബിൽ. അതായത് ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് വിദേശികളായിട്ടുള്ള യൂറോപ്യൻസ് ആയിട്ടുള്ള ക്രിമിനൽസിനെയും വിചാരണ ചെയ്യാൻ അവസരം നൽകുന്ന ഒരു ബില്ലായിരുന്നു ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജഡ്ജിമാർക്കിടയിൽ ഉണ്ടായിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്ന വേണ്ടിയുള്ള ഒരു ബില്ല്. അതായത് പാശ്ചാത്യരായിട്ടുള്ള ക്രിമിനൽസിനെയും വിചാരണ ചെയ്യാൻ ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജിമാർക്ക് അധികാരം നൽകുന്ന ബില്ലായിരുന്നു ഇൽബർട്ട് ബിൽ. ഈ ഇൽബർട്ട് ബില്ലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ആരെന്ന് പറയുന്നത് വില്യം വെഡർബൺ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ബാങ്കിങ് റിഫോംസ് കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ കർഷകർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തക്ക രീതിയിൽ, അവർക്ക് ബാങ്കിൻ്റെ സേവനം കിട്ടത്തക്ക രീതിയിൽ ഇന്ത്യയിൽ ബാങ്കുകളിൽ പരിഷ്കരണം കൊണ്ടുവരണം. അതായത് ഇന്ത്യയിലെ കർഷകരായിട്ടുള്ള ആൾക്കാർക്ക് ബാങ്കിങ് സേവനം ലഭ്യമാക്കുന്നതിലേക്ക് ഇന്ത്യയിൽ ബാങ്കിങ് മേഖലയിൽ പരിഷ്കാരം കൊണ്ടുവരണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ആദ്യകാല നേതാവാണ്, ബ്രിട്ടീഷുകാരനായ ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് ആരെന്ന് പറയുന്നത് വില്യം വെഡർബൺ എന്ന് പറയുന്നത്. വില്യം വെഡർബൺ 1890 അദ്ദേഹം അറിയാമല്ലോ 1889 ലണ്ടൻ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ആ ലണ്ടൻ ബ്രാഞ്ചിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലണ്ടൻ ശാഖയുടെ മുഖപത്രമായിട്ട് 1890 വില്യം വെഡർബൺ ലണ്ടനിൽ നിന്ന് എന്ത് പ്രഖ്യാപിച്ചു? ഇന്ത്യ എന്ന മാഗസിൻ. ഹി പബ്ലിഷ്ഡ് ദ ജേണൽ ഇന്ത്യ ഫ്രം ലണ്ടൻ ഇൻ 1890. 1890 ആ ജേണൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലണ്ടൻ ബ്രാഞ്ച് രൂപീകരിച്ചത് 1889. ആ ലണ്ടൻ ബ്രാഞ്ച് രൂപീകരിച്ച 1889. ആ ലണ്ടൻ ബ്രാഞ്ചിൻ്റെ മുഖപത്രമായിട്ടുള്ള ഇന്ത്യ എന്ന ജേണൽ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് 1890. ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിൽ പ്രധാനമായിട്ടും ആര് തന്നെയാണ്? വില്യം വെഡർബൺ ആയിരുന്നു. വില്യം വെഡർബൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലണ്ടൻ ബ്രാഞ്ചിൻ്റെ ചെയർമാനായി ആദ്യത്തെ അധ്യക്ഷനായിരുന്നു. അതോടൊപ്പം തന്നെ അത് പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന് പറയുന്ന ജേണലിൻ്റെ പത്രാധിപരും ആര് തന്നെയായിരുന്നു? വില്യം വെഡർബൺ ആയിരുന്നു. ഓക്കെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ പാർലമെൻറ്റിൽ പല പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, ഓക്കെ, അങ്ങനെയുള്ള പല പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട്. ഇതുപോലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പേരാണ് ഇന്ത്യൻ പാർലമെൻ്ററി കമ്മിറ്റി. എവിടെയാണ് ഇത് രൂപീകരിച്ചത്? ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിലനിന്നിരുന്ന ഒരു കമ്മിറ്റിയുടെ പേരാണ് ഇന്ത്യൻ പാർലമെൻ്ററി കമ്മിറ്റി. ഈ കമ്മിറ്റി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ രൂപീകരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അതിന് രൂപീകരിച്ചത് ആരാണെന്ന് തന്നെ പറയാം? വില്യം വെഡർബൺ ആണെന്ന് പറയാം. ഓക്കെ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യൻ പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിക്കാൻ കാരണക്കാരനായ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരനായ നേതാവാണ് ആരെന്ന് പറയുന്നത്? വില്യം വെഡർബൺ. ഓക്കെ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള റിഫ്റ്റ്, അകൽച്ച കുറയ്ക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. അതോടൊപ്പം തന്നെ മിതവാദികളും തീവ്രവാദികളും 1907 ഇവർ രണ്ടുപേരും പിരിഞ്ഞുപോയി. മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അകൽച്ച, റിഫ്റ്റ്, അത് വിള്ളൽ, അവർ തമ്മിലുള്ള ബന്ധം ഉലഞ്ഞപ്പോൾ ആ ബന്ധത്തെ വീണ്ടും പഴയ പോലെ നല്ല ബന്ധമാക്കി തീർക്കാൻ ഏറ്റവും കൂടുതൽ പണിപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? വില്യം വെഡർബൺ. വില്യം വെഡർബൺ ആണ് എയോ ഹ്യൂമിൻ്റെ, അലൻ ഒക്ടോവിയോ ഹ്യൂമിൻ്റെ ജീവചരിത്രകാരൻ. അലൻ ഒക്ടോവിയോ ഹ്യൂമിൻ്റെ ജീവചരിത്രം എഴുതിയത് ആരാണ്? വില്യം വെഡർബൺ ആണ്. വില്യം വെഡർബണിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായ ഒരു സ്കോട്ടിഷ് സിവിൽ സർവൻ്റാണ്. സ്കോട്ട്ലൻഡുകാരനായ ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സ്കോട്ടിഷ് സ്വദേശമായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വില്യം വെഡർബൺ. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത 3 വിദേശികളിൽ ഒരാളാണ് വില്യം വെഡർബൺ. എയോ ഹ്യൂമും ജോൺ ജാർഡീനുമായിരുന്നു മറ്റ് 2 പേര്. ഓക്കെ. കോൺഗ്രസിന് 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഒരേ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വില്യം വെഡർബൺ. 1889 ബോംബെ സമ്മേളനത്തിലും 1910 അലഹബാദ് സമ്മേളനത്തിലുമാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ അലങ്കരിച്ചത്. ഓക്കെ. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1889 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലണ്ടൻ ബ്രാഞ്ചിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? വില്യം വെഡർബൺ ആയിരുന്നു. ആ ലണ്ടൻ ബ്രാഞ്ച് 1890 ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലണ്ടൻ ബ്രാഞ്ചിൻ്റെ മുഖപത്രമായിരുന്ന ഇന്ത്യ എന്ന ജേണൽ, അതിൻ്റെ എഡിറ്ററും അതിൻ്റെ സ്ഥാപകനും ആരായിരുന്നു? വില്യം വെഡർബൺ ആയിരുന്നു. ഇന്ത്യയിൽ
ലോർഡ് റിപ്പൺ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കാലഘട്ടത്തിൽ ലോർഡ് റിപ്പൺ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല പല ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. ആ റിപ്പണിൻ്റെ ഭരണപരിഷ്കാരങ്ങളെ എല്ലാം പിന്താങ്ങിയ, അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്ത, പ്രോത്സാഹിപ്പിച്ച ദേശീയ നേതാവാണ് വില്യം വെഡർബൺ. അതോടൊപ്പം തന്നെ ഇൽബർട്ട് ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജിമാർക്കും വിദേശികളായിട്ടുള്ള പാശ്ചാത്യരായിട്ടുള്ള ക്രിമിനലുകളെ വിചാരണ ചെയ്യുവാൻ അധികാരം നൽകുന്ന ഉദ്ദേശിച്ച ബില്ലാണ് ഇൽബർട്ട് ബിൽ. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. പക്ഷേ ആ ഇൽബർട്ട് ബില്ലിനെ അനുകൂലിച്ച വ്യക്തിയാണ് വില്യം വെഡർബൺ. അതുപോലെ ഇന്ത്യയിലെ കർഷകർക്ക് ഇന്ത്യയിലെ ബാങ്കിങ് സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി ബാങ്കിങ് മേഖലയിൽ കർഷകർക്ക് അഭിമുഖമായിട്ടുള്ള, അവർക്ക് അനുകൂലപ്രദമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തണം എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് നിരന്തരം യാചിച്ച വ്യക്തിയാണ് വില്യം വെഡർബൺ. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ രൂപീകരിച്ച ഇന്ത്യൻ പാർലമെൻ്ററി കമ്മിറ്റി. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരു പാർലമെൻ്ററി കമ്മിറ്റിയുടെ പേരായിരുന്നു ഇന്ത്യ പാർലമെൻ്ററി കമ്മിറ്റി. ആ പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിച്ചതും അത് തന്നെയാണ്, വില്യം വെഡർബൺ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നതയും, അതുപോലെ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ഭിന്നതയും ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയുള്ള ഒരാളാണ് വില്യം വെഡർബൺ. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാപകനായിട്ടുള്ള അലൻ ഒക്ടോവിയോ ഹ്യൂം, ഹ്യൂമിൻ്റെ ജീവചരിത്രകാരനും ആര് തന്നെയാണ്, വില്യം വെഡർബൺ ആണ്.